യേശു മടങ്ങി വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു കർത്താവ് മടങ്ങി വരും. വാനമേഘത്തിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടും. നമ്മൾ അവനെ കാണും. ജീവിച്ചിരിക്കുന്നവർ കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും. മരിച്ചവർ അവനോടുകൂടെ വാനമേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടും. നമ്മുടെ ശരീരങ്ങൾ രൂപാന്തരപ്പെടും. നമ്മൾ ദൈവത്തെ പോലെയാകും. നമ്മൾ ഒരിക്കൽ അവനെ പോലെയാകും. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് ഫിലിപ്പി 3:20 സകലത്തെയും നവീകരിക്കാൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. മനസ്സിലായോ? നമ്മുടെ ശരീരം എല്ലാം രൂപാന്തരപ്പെടും. ഇന്ന് പേക്കോന്നിരിക്കുന്ന ഈ ശരീരമെല്ലാം ഒരിക്കൽ ദൈവദൂതന്മാരെ പോലെയാകും, യേശുവിനെ പോലെയാകും. അവിടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ശരീരം വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിച്ചോണം. ശരീരം ദൈവത്തിന്റെ ആലയമാണെന്ന് ഓർത്തോണം. ശരീരം ഒരു ബലിയായി സമർപ്പിക്കണം. കാരണം ഈ ശരീരം രൂപാന്തരപ്പെടാനുള്ള ശരീരമാണ്. കർത്താവിന്റെ മടങ്ങി വരവിന് വേണ്ടി കാത്തിരിക്കണം. എപ്പോൾ വേണേലും കർത്താവ് വരാം, അത് ഓർക്കണം. അതുകൊണ്ട് 50 നിലയുടെ ഒരു ഫ്ലാറ്റ് കെട്ടാന്ന് ആലോചിക്കുമ്പോൾ ഓർക്കണം, കർത്താവ് എങ്ങാനും വന്നാലോ, വേണ്ട, 2 നിലയൊക്കെ മതി. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ച് അധികം, അതായത് എനിക്ക് വിശ്വാസം ഉണ്ടോ കർത്താവ് വരുമെന്ന് എനിക്ക് വലിയ ഉറപ്പ്, എനിക്ക് വിശ്വാസം ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ എനിക്ക് വിശ്വാസം ഉണ്ടെന്ന് ഞാൻ മനസ്സിലായൊരു സംഭവം ഞാൻ പറയാം. 2017 ധ്യാനകേന്ദ്രം തുടങ്ങിയിട്ട് ഞാൻ ഒരു റീജൻസി ജമാഅത്തിന് മാത്രമാണ് അന്ന് അവിടെ താമസിക്കുന്നത്. ആൾത്താരയുടെ പുറകിലൊരു മുറിയുണ്ട്. ആ മുറിയിൽ ഞങ്ങൾ താമസിക്കും. പിന്നെ സാക്രിസ്റ്റി, അത്രയേ ഉള്ളൂ അന്നത്തെ സൗകര്യം. അപ്പോൾ ജമാഅച്ചൻ നല്ല ഉറക്കക്കാരനാണ്. ജമാഅച്ചൻ നേരത്തെ ഉറങ്ങും. കണക്കൊക്കെ എഴുതിക്കൊണ്ട് അവിടെ ഇരുന്ന് തന്നെ ഉറങ്ങും. അപ്പോൾ ഒരു ദിവസം ജമാഅച്ചൻ നേരത്തെ പോയി കിടന്നങ്ങ് ഉറങ്ങി. ഞാനും കുറച്ച് നേരം കഴിഞ്ഞ് കിടന്നുറങ്ങി. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മലമ്പ്രദേശമാണ്, ഉയർന്ന സ്ഥലമാണ്. രാത്രിയിൽ ഭയാനകമായൊരു ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. വളരെ വിജനമായ സ്ഥലമാണ്. അവിടെങ്ങും തൊട്ടടുത്ത് കുറച്ച് മാറിയാലേ വീടുകളുള്ളൂ. അന്ന് എല്ലാം കാടാണ്, കെട്ടിടമൊന്നും ഇല്ല. ഇന്നത്തെ പോലെ അത്രയും വെളിച്ചമുള്ള സ്ഥലമല്ല, എല്ലാം ഭയങ്കര ഇരുട്ടും കാടും. ഭയാനകമായൊരു ശബ്ദം. ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അപ്പോൾ ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുകയാണ്. സത്യത്തിൽ അത് ഇടിവെട്ടിയതായിരുന്നു. അതിങ്ങനെ പെട്ടെന്ന് ഇടിവെട്ടി നിൽക്കുകയല്ല, അതിങ്ങനെ സെക്കൻഡുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ശബ്ദം അങ്ങനെ എനിക്ക് എന്താ വലിയ യുദ്ധവിമാനങ്ങൾ വരികയാണോ, അത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഉറക്കത്തിൽ പകുതി ബോധമല്ലേ ഉള്ളൂ. ഞാനിങ്ങനെ കണ്ണൊക്കെ തുറന്നിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് സത്യമായിട്ടും ആ സമയത്ത് വിചാരിച്ചു കർത്താവ് രണ്ടാമത് വന്നതാണെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് അന്നാണ് മനസ്സിലായത്, ദൈവമേ ഞാനിത് വിശ്വസിക്കുന്നുണ്ടല്ലോ, കർത്താവ് വന്നതാണ്. എനിക്ക് ഒരൊറ്റ സങ്കടം ഉണ്ടായിരുന്നുള്ളൂ, ദൈവമേ ഉടുപ്പിടാതെ കൈലിമുണ്ട് മാത്രം ഉടുത്ത് നിന്നെ എതിരേൽക്കണമല്ലോ എന്നുള്ള ഏക സങ്കടമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും കൂടെ വന്ന് വാനമേഖലയിൽ നിൽക്കുമ്പോൾ ഞാൻ ഉടുപ്പൊന്നും ഇടാതെ വല്ലാത്ത നാണക്കേടാണ്. രാത്രിയിലൊക്കെ വല്ലതും ഇട്ട് കിടന്നോണം കേട്ടോ. അല്ല, നിങ്ങൾ സീരിയസ് ആയിട്ട് ദൈവവചനത്തെ സീരിയസ് ആയിട്ട് എടുക്കണം. കാരണം എന്താണ്, പാതിരാത്രിക്ക് കാണാൻ രാത്രി 2 മണിക്കാണ് കർത്താവ് വരുന്നതെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് പോകും, മുണ്ട് അവിടെ കിടക്കും. കണ്ണിമയ്ക്കുന്ന വേഗത്തിൽ പിന്നെ രൂപാന്തരപ്പെടുന്നുണ്ട്, നാണക്കേട് ഒഴിവാവും. കർത്താവ് വീണ്ടും വരും. അതുകൊണ്ട് സഭ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, മാറാനാത്ത. എന്താണ് അതിന്റെ അർത്ഥം? കർത്താവേ, വേഗം എന്നുള്ളത് നമ്മൾ ചേർത്താണ്. കർത്താവേ വരണമേ എന്നാണ്. കർത്താവേ വരണമേ, മാറാനാഥ. കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവേ വരണമേ. എനിക്ക് തിരുവനന്തപുരത്ത് യൂത്തിൻ്റെ ചെറിയൊരു കൂട്ടായ്മയുണ്ട്, ജീസസ് എൻകൗണ്ടർ എന്നാണ് അതിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര്. ഞാൻ കോളേജിലുണ്ടായിരുന്ന സമയത്ത് ബുധനാഴ്ച ദിവസം ഒരു കോളേജിൻ്റെ ചാപ്പലിൽ ഒരുമിച്ച് കൂടിയിട്ട് ഈ കുട്ടികൾക്ക് ഞാൻ പ്രാർത്ഥനയൊക്കെ കൊടുത്ത് പ്രാർത്ഥിച്ച് വചനമൊക്കെ കൊടുത്തിട്ട് അവസാനം അവർക്ക് ഞാൻ ഹോംവർക്ക് കൊടുത്ത് വിടും. അടുത്ത ബുധനാഴ്ച വരുന്നതിന് മുമ്പ് ഹോംവർക്ക് ചെയ്തിട്ട് വരണം. ഹോംവർക്ക് ഇതാണ്, നിങ്ങൾ യേശുവിനെക്കുറിച്ച് 10 പേരോട് പറയണം, ആരോടെങ്കിലും രക്ഷയെക്കുറിച്ച് സംസാരിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഹോംവർക്ക്. ഒരു ദിവസം ഞാൻ അവർക്ക് കൊടുത്തുവിട്ട ഹോംവർക്ക്, നിങ്ങൾ കോളേജിൽ ചെന്നിട്ട് പരമാവധി ആളുകളോട് പറയണം ഈശോ വീണ്ടും വരും. പിള്ളേർ സന്തോഷമായിട്ട് അന്നേരത്തെ ആവേശത്തിന് സമ്മതിച്ച് പോയി. അടുത്ത ആഴ്ച വരുമ്പോൾ ഇത് ഹോംവർക്ക് എങ്ങനെ ചെയ്തു എന്ന് ഷെയറിംഗ് ഉണ്ട്. ആ ഷെയറിങ്ങിൻ്റെ സമയത്ത് പിള്ളേരെല്ലാം പറഞ്ഞു, അച്ഛാ ഇനി ഇങ്ങനത്തെ ഹോംവർക്ക് തന്നു വിടല്ലേ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്നില്ല, ഞങ്ങളെ വരാതാക്കണമെന്നാണ് അച്ഛൻ്റെ ആഗ്രഹം. അച്ഛൻ ഇങ്ങനത്തെ ഹോംവർക്ക് തന്നു വിടല്ലേ. എന്താ എൻ്റെ അച്ഛൻ നാണം കെട്ട് ഒരു പരുവായെന്ന് പറഞ്ഞു. കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞപ്പോൾ ലോകത്തെല്ലാവരും പരിഹസിക്കുകയാണ്. ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ചെറുപ്പക്കാരൻ, 2ാം വർഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരോടും പറഞ്ഞെന്ന് പറഞ്ഞു, കർത്താവ് വീണ്ടും വരും. സകലരും എന്നെ കളിയാക്കിയെന്നു, എന്നെ ആക്ഷേപിച്ചൊരു പരുവാക്കി. ആക്ഷേപിക്കാൻ മുന്നിട്ട് നിന്നത് കത്തോലിക്കരാണ്. പിന്നെ ഓർത്തഡോക്സുകാർ, യാക്കോബക്കാർ, മർത്തോമക്കാർ, CSI, CNI ഇവരെല്ലാം. ആകെ ഒരുത്തനേ ഉള്ളൂ കർത്താവ് വീണ്ടും വരുമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചത്. അതൊരു പെന്തക്കോസ്തുകാരനായിരുന്നു. അവൻ പറഞ്ഞു, ശരിയാളിയാ വീണ്ടും വരുമെന്ന് പറഞ്ഞു. കർത്താവ് വീണ്ടും വരും പറ. അപ്പോൾ ഇതാണ് കർത്താവിനെ കാത്തിരിക്കുക എന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥനയിൽ ഈ ബോധ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏർപ്പെടാം.